ഹായ് ഹലോ നമുക്കിതൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പം ഞാനും മഞ്ഞയും കൂടെ പോവുക. മക്കളെ കൂട്ടുന്നില്ല, കൂട്ടിയാൽ മുതലാവത്തില്ല, കാരണം കണ്ണി കണ്ടത് മൊത്തം വാരിയെടുക്കും. അപ്പോൾ ഞാനിന്ന് പോകുന്നത് പിള്ളേർക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കണം. ജാനുവിനും ബാലുവിനും ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡ്രസ്സ് എടുക്കണം. എപ്പോഴും ഞാൻ വീഡിയോ എടുത്താലും മഞ്ഞ ഓടിക്കളയും കേട്ടോ. അവളെ ഓടിച്ചിട്ട് ഞാൻ പിടിക്കുന്നവർക്ക് ഭയങ്കര നാണം. അവൾ എൻ്റെ വീഡിയോ എടുക്കത്തേ ഉള്ളൂ, ഞാൻ അവളുടെ വീഡിയോ എടുത്ത് അവൾ നിൽക്കത്തില്ല. അങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ പോയിട്ട് ഒരുപാട് കളക്ഷൻസ് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കി നിന്നതേ ഉള്ളൂ. സാമ്പത്തിക മാന്യം കാരണം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കണമായിരുന്നു, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി യൂണിഫോം നോക്കാൻ പോയി കേട്ടോ. യൂണിഫോം നോക്കാൻ പോയെന്ന് വെച്ചാൽ ജാനുവിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ അവിടെ തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ പാൻറ്റും കോട്ടും ഒക്കെ എടുത്തിട്ട് ഇനി പോകുന്നു. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ കയറി നോക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബാലുവിന് ഈ നീല കളർ വള മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എവിടെ പോയാലും പതിവുള്ളതാണ്, ഒരു വെള്ളമെങ്കിലും കുടിക്കാതെ തിരിച്ച് വീട്ടിൽ കയറി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കഫറ്റേരിയ കയറി ഒരു കോഫിയും കട്ട്ലറ്റും ഞാൻ കഴിക്കാൻ ഓർഡർ ചെയ്തു. മഞ്ഞയ്ക്കാണെങ്കിൽ അങ്ങ് ഒട്ടും വയ്യ, അതുകൊണ്ട് തന്നെ അവൾക്ക് നാരങ്ങ വെള്ളം മതി, വേറെ ഒന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്താണോ എന്തോ, എനിക്ക് അവിടെ പോയാലും എല്ലാം കഴിക്കാൻ തോന്നുന്നു, ഒരു കുഴപ്പമില്ല. വയറിനും മനസ്സിനും ഫുഡ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ അവിടെ ഉള്ളതും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഗൾഫ് മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളക്ഷൻ സാധനങ്ങൾ, നമ്മൾ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇല്ലേ, പിള്ളേരെ തലയിടുന്ന ലൊട്ടൊടുക്ക് സാധനങ്ങളും വളകളും മാലകളും, അങ്ങനെ സ്കൂൾ തുറപ്പിന് പിള്ളേർക്ക് പെൺപിള്ളേർക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ പെൺമക്കളുടെ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ചിലവെന്ന് തോന്നുന്നു. ഇവളുമാർക്കല്ലേ ബണ്ണ്, സ്ലൈഡ്, ഞുട്ട് കുറേ സാധനങ്ങൾ അതും ഇതും എല്ലാം വേണ്ടേ. അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവളുമാരെ കൊണ്ടുവരാത്ത മെയിൻ കാരണം ഇതാണ്. കാരണം ഇവിടെ കയറിയ ഇവളുമാർ വാരി എടുത്തുകളയും, ഭയങ്കര വലിയ കട ഓപ്പൺ ആയിട്ട് കിടക്കുകയില്ല. അപ്പോൾ പിന്നെ കൈ കണ്ടതെല്ലാം പറക്കി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വരും. പിന്നെ ശ്രീയേട്ടന് കൊടുത്തേക്ക് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയത്, പക്ഷേ ഇവിടെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കല്ലുവാതിക്കൽ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചെരുപ്പോടെയുണ്ട്, അവിടെ നല്ല കളക്ഷനാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിൽ കൊണ്ട് വച്ച ശേഷം പിന്നെ ഞങ്ങൾ അടുത്തത് കല്ലുവാതിക്കലായിട്ട് പോവുകയാണ് കേട്ടോ. അക്ഷയയിൽ പോകണം. അങ്ങനെ ഞാൻ വണ്ടിയിൽ അവിടെ ഭയങ്കര നിന്നപ്പോൾ കാണാൻ ഒരു പട്ടിക്കുഞ്ഞ് വന്ന് ചക്ക പഴുത്തത് താഴെ വീണേ, അത് വന്നിരുന്ന് തിന്നുവാണ് കേട്ടോ. പട്ടി ചക്ക പഴുത്തത് വരെ തിന്നുന്ന കാലമായി. പട്ടിയൊക്കെ എല്ലാം തൊലുമായിട്ടിരിക്കുന്നു. ഇതൊക്കെ നാട്ടിൽ കുറേ പട്ടിശല്യമാണ്, എല്ലായിടത്തും പട്ടികളാണ്. അവർക്ക് തിന്നാൻ വല്ലതും വേണ്ടേ, അങ്ങനെ ചക്കപ്പഴങ്ങൾ തിന്ന് ജീവിക്കാം. പിന്നെ ATM കയറി പൈസ എടുത്തിട്ട് നേരെ അങ്ങ് അക്ഷയയിലേക്ക് പോയി കേട്ടോ. ജാനുമോളുടെ ആധാർ പഴയത് മാറ്റി പുതിയത് ഇന്ന് കിട്ടും, പുതുക്കാൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിരുന്ന് പോസ്റ്റ് കേട്ടോ. ഞാനും മഞ്ഞയോടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഫാനൊക്കെ ഇട്ട് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരമായിരുന്നു. ഇങ്ങനെ വാങ്ങിക്കേറിയിരുന്ന ജാനു 6ാം മാസത്തിൽ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ മാറ്റി 10 വയസ്സായപ്പോൾ മാറ്റി എടുത്തത് കേട്ടോ. ഇതും കൊണ്ട് 5ാം ക്ലാസ് ചെന്ന ആ സ്കൂളിലുള്ളവരെന്നെ ഞെട്ടിപ്പോകത്തില്ല, ഇതാ ഏത് കൊച്ചെന്ന് അവരെന്നെ വിചാരിക്കത്തില്ലേ, നമുക്കും വേണ്ടേ ഒരു അന്തസ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അടുത്തുള്ളൊരു കടയിൽ കയറിയപ്പോൾ ഇതാ അവിടെ ഇരിക്കുന്ന ജാനുവിൻ്റെ സ്കൂളിലെ യൂണിഫോം. പിന്നെ അവിടെ നിന്ന് ടോപ്പിൻ്റെ തുണിയും വാങ്ങിച്ച് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.